BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ചെറായി വച്ചാക്കൽ പടിഞ്ഞാറ് സ്റ്റേ കമ്പിയില്ലാത്ത വൈദ്യുതി പോസ്റ്റ് നടപടിയിലേക്ക് ചാഞ്ഞു വരുന്നത് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ചെറായി ഫീഡറിലെ സപ്ലൈ ലൈനിൽപ്പെട്ട പോസ്റ്റാണ് അപകട ഭീഷണിയായത്. ഇതിന് തൊട്ടടുത്ത 7-ാം നമ്പർ പോസ്റ്റിന് സ്റ്റേ ഉണ്ടെങ്കിലും അത് തോട്ടിലായതിനാൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. കുട്ടികളടക്കം ഒട്ടേറെ പേർ യാത്ര ചെയ്യുന്ന വഴിയായതിനാൽ ഇത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കിഴക്കമ്പലം പോഞ്ചശ്ശേരി റോഡ് ശോചാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണിക്ക് നടപടിയില്ല. ഇരുചക്ര വാഹനയാത്രകൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. മഴ പെയ്താൽ കുഴിയുള്ള ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ടും വെയിലായ പൊടിശല്യവും രൂക്ഷമാണ്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ട മാങ്കുഴി പാലം മുതൽ കിഴക്കമ്പലം വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് ശോചാവസ്ഥയിൽ കിടക്കുന്നത്. റോഡിന്റെ പല ഭാഗത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടത്. നേരത്തെ റോഡിന്റെ ശോചാവസ്ഥയെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ മഴയിൽ റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു. എന്നാൽ കുന്നത്തുനാട് മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന പെരുമ്പാവൂർ മണ്ഡലത്തിൽപ്പെട്ട മാങ്കുഴി മുതൽ പോഞ്ഞാശ്ശേരി വരെയുള്ള ഭാഗങ്ങൾ നേരത്തെ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ഭാഗം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നേരത്തെ മാങ്കുഴി പാലവും അതിനോട് ചേർന്നുള്ള ചെറിയ പാലവും നവീകരണം പൂർത്തിയാക്കിയിരുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കണമെങ്കിൽ പരിസരവാസികൾ 96,384 രൂപ അടയ്ക്കണമെന്ന വിചിത്രവാദവുമായി KCB. കീഴ്മാട് പഞ്ചായത്തിലെ എരുമത്തല സഹൃദയപുരം റോഡിലെ 100 kVA ട്രാൻസ്ഫോമറാണ് മാറ്റി സ്ഥാപിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും മറ്റും ഇത് സംബന്ധിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. അതനുസരിച്ച് ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ പെരിയാർ വാലി കനാലിന് സമീപം സ്ഥലം കണ്ടെത്തി. തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പരാതിക്കാർക്ക് നൽകിയ മറുപടിയിലാണ് ഭീമമായ തുക ഗുണഭോക്താക്കളോട് അടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒട്ടേറെ പേർ സഞ്ചരിക്കുന്ന റോഡിലാണ് ട്രാൻസ്ഫോമർ. രാത്രി വാഹനങ്ങൾ ഇതിൽ ഇടിച്ച് അപകടവും ഉണ്ടായിട്ടുണ്ട്. സപ്ലൈകോയ്ക്ക് വേണ്ടി നടത്തിയ തേയില ലേലത്തിൽ തിരിമറി നടത്തി കോടികൾ വെട്ടിച്ച കേസിൽ കള്ളപ്പണ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചു. നിലവാരം കുറഞ്ഞ തേയില കൂടിയ വിലയ്ക്ക് വാങ്ങി വൻതുക കമ്മീഷൻ വാങ്ങിയ കേസിൽ 8 കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈകോയ്ക്കുണ്ടായതെന്നും കുറ്റപത്രത്തിൽ പറയുന്ന വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDയുടെ തുടർ നടപടി. ഈ ലേലത്തിൽ ക്രമക്കേട് നടത്തിയാണ് ടീ ബോർഡിന്റെ ലേലത്തിൽ ഡമ്മി കമ്പനികളുടെ ഉയർന്ന നിരക്കിലുള്ള ടെൻഡറുകൾ സമർപ്പിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്തും ഇടുക്കിയിലുമായ 7.94 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. സപ്ലൈകോയിലെ തേയില ഡിവിഷൻ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷെൽജി ജോർജ്, ടീ ടേസ്റ്റർ അശോക് ഭണ്ഡാരി, ഇടുക്കി ഹെലിബിയ ടീ എസ്റ്റേറ്റ് അധികൃതർ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിലുള്ളത്. തേയില ലേലത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിട്ട ഇടുക്കിയിലെ ഹെലിബറിയ ടീ എസ്റ്റേറ്റ് ലിമിറ്റഡിനെ തേയില ബോർഡ് 2020 തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി വിലക്കിയിരുന്നു. ഹെലിബറിയ ടീ എസ്റ്റേറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള തോട്ടങ്ങളുടേതായ ലേലത്തിനെത്തിയ നിലവാരം കുറഞ്ഞ തേയില സപ്ലൈകോ കൂടിയ വിലയ്ക്ക് വാങ്ങിയെന്ന ആക്ഷേപം ഉയർന്നതാണ് വിജിലൻസ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. ക്രമക്കേട് കണ്ടെത്തിയതോടെ EDയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തട്ടിപ്പിൽ 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. എന്നാൽ തേയില ക്രമക്കേടിൽ 8.5 കോടി രൂപയുടെ ക്രമക്കേടാണ് ED കണ്ടെത്തിയത്. കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമെതിരെ വനംവകുപ്പെടുത്ത കള്ളക്കേസ് പിൻവലിച്ചില്ലെങ്കിൽ രാജപാതയിലൂടെ താനും നടക്കുമെന്ന് കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. അതിന്റെ പേരിലുള്ള എന്ത് നടപടിയും നേരിടാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. രൂപതയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധാഗ്നിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യമൃഗങ്ങളും വനവകുപ്പുമല്ല വനം മന്ത്രിയെ ജനപ്രതിനിധിയാക്കിയത്. തെരഞ്ഞെടുത്ത ജനം പറയുന്നത് കൂടി കേൾക്കാനുള്ള മര്യാദ വനം മന്ത്രി കാണിക്കണം. ജനഹിതവും സത്യവും സർക്കാർ രേഖകളും അവഗണിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം തടയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും മടത്തിക്കണ്ടത്തിൽ മുന്നറിയിപ്പ് നൽകി. കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിലാണ് പന്തം കൊളുത്തി പ്രകടനവും സമ്മേളനവും നടത്തിയത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
കിഴക്കൻ മേഖലയിലെ കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന പാലക്കുഴ പഞ്ചായത്തിൽ CPM-ൽ വിഭാഗീയത. ലോക്കൽ കമ്മിറ്റിക്കെതിരെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ പരസ്യമായി രംഗത്ത് വന്നു. സംഭവത്തെ തുടർന്ന് പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ ബിജു, വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ, മുൻ ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബ് അടക്കം 9 CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പാർട്ടി അച്ചടക്ക നടപടി ഒരുങ്ങുകയാണ്. ലോക്കൽ സെക്രട്ടറി ജോഷി സ്കറിയ വ്യക്തിഹത്യ നടത്തിയെന്ന കാരണത്താലാണ് നടപടി ആരംഭിച്ചത്. ഇവർക്കെതിരെ പാർട്ടി അന്വേഷണ കമ്മീഷനെ വയ്ക്കുകയും 9 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. വലിയ കുഴപ്പങ്ങളില്ലാതെ ലോക്കൽ ഏരിയ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പാർട്ടി തലത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോഴാണ് വിഭാഗീയത തുടങ്ങിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.